ഹലോ ക്യാമറ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, എവിടെയും പൈപ്പൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വീടുകളും പോയി ചെക്ക് ചെയ്തിട്ട് മീറ്റർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. പിന്നെ അതേമാതിരി മീറ്ററിൽ എന്തെങ്കിലും തരികിട പരിപാടികളൊക്കെ ചെയ്ത് വെള്ളം മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പിടിക്കുക. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ക്വാഡായിട്ട് ഇറങ്ങണം. ഞാൻ മാത്രമല്ല, വേറൊരു ടീം വേറെ വൈക്കും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോണ റൂട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ ലീക്കുകളൊന്നും പക്ഷെ നമുക്ക് വീട്ടുകാർ വിളിച്ചു പറയില്ല. കാരണം അവർക്ക് മീറ്റർ കൂടെ കടന്നു പോകില്ല. മീറ്ററിന് മുന്നേ ആയതുകൊണ്ട് ചില വീട്ടുകാരൊന്നും ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്കൂളായിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ലീക്കുകളൊക്കെ കാണുന്നത്. അത് നമ്മൾ ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള ഉപകാരം ഇതൊക്കെയാണ്. നമ്മൾ ലീക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാം. പിന്നെ വീട്ടിൽ എന്തെങ്കിലും തരികട കാണിക്കണം, അത് ചെയ്യാം. ഇന്ന് നമ്മൾ സ്ക്വാഡായിട്ട് ഇറങ്ങിയ സമയത്ത് നമ്മളൊരു വീട്ടിൽ കണ്ട കാഴ്ച ഉണ്ടാ. നമ്മളെ വെള്ളത്തിൻ്റെ മീറ്റർ 2 ഗാന്ധം വെച്ചിട്ട് സ്റ്റെക്കാക്കിയിട്ടാണ് ഇവർ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീടുകളും പോകുമ്പോൾ ഇങ്ങനത്തെ പല കാഴ്ചകളും നമ്മൾ കാണും. 90% ആളുകളും നല്ല ഡീസൻ്റായിട്ടാണ് വെള്ളം എടുക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. നമ്മൾ വേറൊരു വീട്ടിൽ കയറിയ സമയത്ത് കണ്ട വേറൊരു കാഴ്ച കേട്ടാ. ഇത് വാട്ടർ അതോറിറ്റിൻ്റെ മീറ്റർ. അത് വർക്ക് ചെയ്യണില്ല എന്ന് പോലും മനസ്സിലാക്കിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം പഴക്കമുണ്ടാവും മീറ്റർ. വർക്ക് ചെയ്യണില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നേരെ വെള്ളത്തിന് പൈപ്പ് നേരെ തെങ്ങിലോട്ട് കിട്ടും. പോയ സമയത്ത് പിടിച്ച 3ാമത്തെ കേസാണ് കേട്ടത്. ഇത് നമ്മളെ മീറ്ററിൻ്റെ മുന്നേ വേറെ എക്സ്ട്രാ ടാപ്പ് വെച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത്. മീറ്ററുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നല്ല ഫൈനിട്ട് കൊടുത്തിട്ടുണ്ട്. ചില മീറ്ററുകളൊക്കെ നമ്മൾ അപ്പം തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ നമ്മളെ പണിത്താം.